പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നലെ കഴിഞ്ഞ എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ഗ്രേസൺ വോളർ എഫക്റ്റ് എന്ന സെഗ്മെൻറ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഡീറ്റെയിൽ ആയി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ഗ്രേസൺ വോളർ എഫക്റ്റ് എന്ന സെഗ്മെൻറ്റ് ആരംഭിക്കുന്നത് ഓസ്റ്റിൻ തിയറി എന്ന റെസ്ലറിലൂടെയാണ്. അദ്ദേഹം ഓസ്ട്രേലിയൻ ഓഡിയൻസിനെ കളിയാക്കുന്നു. അവിടെ ഗ്രേസൺ വോളറിൻ്റെ ഒരു എൻട്രൻസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഗ്രേസൺ വോളർ വന്ന് ഓഡിയൻസിനെ മാക്സിമം ഇളക്കി മറിച്ച് അവരെ ആക്റ്റീവാക്കി നിർത്താൻ വേണ്ടി ഓസി എന്ന ചാൻഡൊക്കെ പുറപ്പെടുപ്പിക്കുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഗസ്റ്റായ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസ്, കോഡി റോഡ്സ് തുടങ്ങിയവരെ ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും റിംഗിലേക്ക് വരുന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഗ്രേസൺ വോളർ സെത്തിനോടാണ് ചോദിക്കുന്നത്, മെൻസ് ചേംബറിൽ ആര് വിജയിക്കും, ആരെ നേരിടാനാണ് റെസൽമേനിയ 40 താല്പര്യം എന്നുള്ളത്. അപ്പോൾ സെത്ത് കൊടുക്കുന്ന മറുപടി, ഈ ഒരു മാച്ച് അത് സ്റ്റാക്ക്ഡ് ആയിട്ടുള്ള ഒരു മാച്ചാണ്, ആര് വിജയിച്ചാലും തനിക്ക് കുഴപ്പമില്ല എന്നുള്ളതും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തൻ്റെ ഇഞ്ചുറി മാറി തനിക്ക് റിംഗിലേക്ക് പിന്നെയും കയറാൻ സാധിക്കുമെന്നുള്ള വലിയൊരു അനൗൺസ്മെൻറ്റും സെത്ത് പങ്കുവെക്കുന്നുണ്ട്. പിന്നീടുള്ള ഒരു ചോദ്യം കോഡി റോഡ്സിന് എതിരെയായിരുന്നു. അത് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു. അത് റോക്ക് അതുപോലെ തന്നെ റോമൻ റീൻസ് ആ സ്റ്റോറി ലൈനെ സംബന്ധിച്ചുള്ളതായിരുന്നു. റോക്ക് വേഴ്സസ് റോമൻ റീൻസ് തമ്മിലുള്ള ഒരു ഡ്രീം മാച്ച് കളഞ്ഞതിൽ നിനക്ക് എന്ത് സന്തോഷമാണ് ലഭിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കോഡി റോഡ്സ് അതിന് വലിയ രീതിയിലുള്ള ഒരു മറുപടിയൊന്നും കൊടുക്കുന്നില്ല. കൂടാതെ കോഡി റോഡ്സ് പിന്നീട് റോക്ക് കോഡി റോഡ്സിൻ്റെ ഫാൻസിനെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിച്ച കോഡി ക്രൈ ബേബീസ് എന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം കോഡി ക്രൈ ബേബീസ് ഈ ഒരു ഓഡിയൻസിൻ്റെ ഇടയിലുണ്ടെന്ന് ചോദിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും കൈ പൊന്തിക്കുന്നുണ്ട്. അപ്പോൾ പീപ്പിൾസ് ചാമ്പ്യൻ എപ്പോഴും ആളുകളുടെ കൂടെയാണ് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആളുകളുടെ ഒരു സപ്പോർട്ട് തനിക്കാണെന്നുള്ളതും കോഡി റോഡ്സ് പറയുന്നുണ്ട്. പിന്നീട് റോക്കിനുള്ള ഒരു വെല്ലുവിളി എന്നോണം എവിടെ വെച്ചും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഒരു സിംഗിൾസ് മത്സരത്തിൽ ഏറ്റുമുട്ടാം എന്നുള്ളതും കോഡി റോഡ്സ് പറയുന്നുണ്ട്. അതായത് കോഡി റോഡ്സ് വേഴ്സസ് ദി റോക്ക് തമ്മിലുള്ള ഒരു മത്സരത്തിനുള്ള ഒരു ചലഞ്ചാണ് കോഡി അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്നായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല. അതിനുശേഷം സെത്ത് പറയുന്നുണ്ട്, ഈ ഒരു ബാറ്റിലിൽ നീ ഒറ്റയ്ക്കായിരിക്കില്ല, ഞാനും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഒരു ടാഗ് ടീം മത്സരത്തിൻ്റെ സാധ്യതയും അവിടെ തുറന്നു വരുന്നുണ്ട്. അതേസമയം തന്നെ സെത്ത് റോളിൻസ് വേഴ്സസ് ദി റോക്ക് തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ സാധ്യതയും തുറന്നു വരുന്നുണ്ട്. സെത്തും റോക്കും എന്തായാലും റെസൽമേനിയയിൽ ഏറ്റുമുട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ കോഡിയും റോക്കും റെസൽമേനിയയിൽ ഏറ്റുമുട്ടില്ല. റെസൽമേനിയ കഴിഞ്ഞു വരുന്ന സൗദി അറേബ്യൻ ഇവൻറ്റ് അതുപോലെ തന്നെ സമ്മർ സ്ലാം തുടങ്ങിയ ഏതെങ്കിലുമൊക്കെ ഒരു ഇവൻറ്റിലായിരിക്കും ഒന്നുകിൽ സെത്ത് വേഴ്സസ് റോക്ക് അല്ലെങ്കിൽ കോഡി വേഴ്സസ് റോക്ക് തമ്മിലുള്ള ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുന്നത് ഓസ്റ്റിൻ തിയറി റോക്കിൻ്റെ ഫേമസ് ആയിട്ടുള്ള ക്യാച്ച് പ്രൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിലൂടെയാണ്. അങ്ങനെ ഓസ്റ്റിൻ തിയറി ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മാറി നിൽക്കുന്നു. അങ്ങനെ ഓസ്റ്റിൻ തിയറി ആ ഒരു ക്യാച്ച് പ്രൈസ് ചെയ്യാൻ വേണ്ടി ആരംഭിക്കുന്നു. ആ ഒരു സമയത്ത് സെത്ത് റോളിൻസ് ഓസ്റ്റിൻ തിയറിയെ ആക്രമിക്കുന്നു. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് കോഡി റോഡ്സ് ഓസ്റ്റിൻ തിയറിയെ കട്ടർ ചെയ്തുകൊണ്ട് ആക്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ഗ്രേസൺ വോളറിന് ഈ ഒരു ഭാഗത്ത് ഇടപെടണം, തൻ്റെ പാർട്ട്ണറെ ആക്രമിക്കുകയാണ് എന്ന് തോന്നി അദ്ദേഹം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് അതേപോലെ തന്നെ അദ്ദേഹം ബാക്കിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് സെത്ത് റോളിൻസ് ഒരു കെർബ് സ്റ്റോമ്പും കൂടി ചെയ്ത് ആ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഗ്രേസൺ വോളർ ചിലപ്പോൾ ഒരു ഫേസ് ടേൺ നടത്താനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളതും അവർ കാണിച്ചു തരുന്നുണ്ട്. അതായത് ഗ്രേസൺ വോളർ ഫേസ് ടേൺ നടത്താനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പറയാനുള്ള കാരണം ഓസ്ട്രേലിയൻ ഓഡിയൻസിനെ ഓസ്റ്റിൻ തിയറി കളിയാക്കി. കൂടാതെ ഗ്രേസൺ വോളർ ഈ ഒരു സെഗ്മെൻറ്റിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറയാൻ വരുന്ന ആ ഒരു സമയത്ത് ഓസ്റ്റിൻ തിയറി ആ ഒരു മൈക്ക് മേടിച്ചുകൊണ്ട് ഗ്രേസൺ വോളറിനെ ഒന്നുമില്ലാതാക്കുന്ന ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. ഇതെല്ലാം ഗ്രേസൺ വോളറിനെ ചൊടിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ടായിരിക്കണം ഓസ്റ്റിൻ തിയറിയെ സെത്തും കോഡിയും ആക്രമിച്ചപ്പോൾ അദ്ദേഹം സഹായിക്കാതിരുന്നത്. അതുമൂലം ചിലപ്പോൾ ഒരു അവസരത്തിൽ ഓസ്റ്റിൻ തിയറി ഗ്രേസൺ വോളറിനെ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വോളറിൻ്റെ ഒരു ഫേസ് ടേൺ നമുക്ക് ഇനി വരാവുന്ന ഏതെങ്കിലും ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൽ റോക്ക് അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും WWE കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോക്കും കൂടി വരുമ്പോൾ റോക്ക് കോഡി റോഡ്സിൻ്റെ ചലഞ്ചിനുള്ള ഒരു മറുപടി കൊടുക്കുമെന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ ആ ഒരു മറുപടി എന്താണെന്നുള്ളത് നമുക്ക് സ്മാക്ഡൗണിൽ കണ്ടു തന്നെ അറിയാം. എന്തായാലും എലിമിനേഷൻ ചേംബറിലെ മാച്ചുകളും സെഗ്മെൻറ്റുകളും കിടിലനായിരുന്നു. കൃത്യമായ സ്റ്റോറി ലൈനുകൾ എല്ലാത്തിലും പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.